ഹലോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയാലോ? ബാ കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. നല്ല തേങ്ങ അരച്ച ചൂരമീൻ കറി. പിന്നെ ഇതിന് മറ്റേ അങ്ങനെ എന്തോ പറയുമല്ലോ, ചപ്പി ഒരു മീനുണ്ടല്ലോ, പതിഞ്ഞിരിക്കണം. എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് തന്നെ ഇവിടെ ഇതിനെ കാരാന്ന് പറയും. പകുതി ഓൾറെഡി ഞാനും ഒമ്പത് രാവിലെ കഴിച്ചായിരുന്നേ, അപ്പോൾ പകുതി എടുത്തതാണ് ബാക്കി. പിന്നെ പേരിന് കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. ഗ്യാസാണ്, അതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് പുളിങ്കറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. വാതിൽക്കൽ ഉണ്ടാൽ ക്ഷീണം ഉറങ്ങിയാൽ തീരുന്നതാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് തെറ്റ്, എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ എനിക്ക് നാളെ എൻ്റെ ഹോസ്പിറ്റലിലാണ്, എനിക്ക് സ്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ബാഗ് കൊണ്ടുപോകണം. ഞാൻ എപ്പോഴും ഫയലിലാണ് കൊണ്ടുപോകുക. ഞാൻ അവിടെ മലപ്പുറത്ത് വരുന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്ന സമയത്തിന് ബാഗും ചുമന്നുകൊണ്ടേ നടക്കുമായിരുന്നുള്ളൂ. വൺ സൈഡ് അല്ല, 2 സൈഡ് ബാഗ്. എനിക്ക് ഇപ്പോഴും 2 സൈഡ് ബാഗ് ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് എല്ലാം വെള്ളം ഉൾപ്പെടെ എല്ലാം കൊണ്ടുപോകാം. ഇപ്പം ഇവിടെ വന്ന ശേഷം മടി, എല്ലാത്തിനും മടി. അങ്ങനെ ബാഗാണെങ്കിൽ ആകെ പൊടി അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. പിന്നെ അതിനെ കൊണ്ട് കഴുകിയിട്ടു. അപ്പോഴത്തേക്കും വെയിലും പോയി. ഇത്രയും നേരം നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ വെയിലില്ല. ഇപ്പം തണലുണ്ട്, അതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ ഇവിടെ വാതിൽ കയറി. പിന്നെ അത് മാത്രമല്ല, ബാഗ് നോക്കണം. പണ്ടാരം വെച്ച് കാത്ത് ഇങ്ങനെ ചുറ്റിനും പറന്ന് നടക്കുന്നുണ്ട്. കണ്ണ് തെറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടിടും. ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ അധികം അങ്ങനെ ഇപ്പോൾ പുറത്ത് പോകണില്ലല്ലോ. ഹെൽമെറ്റ് എടുക്കാതിരുന്നിട്ട് ഹെൽമെറ്റ് ഉള്ള സ്ഥലത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം മീൻസ് 3-4 ദിവസം മുന്നേ എടുത്തപ്പോഴത്തേക്കും ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെച്ചില്ലെങ്കിൽ അകത്ത് പെട്ടെന്ന് പൂപ്പലടിക്കും പോലെ. അപ്പം തുടയ്ക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും മൊത്തം ഉറുമ്പെന്ന് വെച്ചാൽ മറ്റേ കടിക്കുന്ന ഉറുമ്പല്ല, ചെറിയ ചെറിയ ഉറുമ്പുണ്ടല്ലോ അത്. പിന്നെ അതിനെ തട്ടി കുടഞ്ഞിട്ടെല്ലാം സെറ്റാക്കി പുറത്ത് കൊണ്ട് വെയിലത്ത് തിരിച്ച് വയ്ക്കാമല്ലോ. അപ്പം ബാക്കി കൂടെ ഉണ്ടെങ്കിൽ പൊക്കോളും. മേലത്തോണ്ട് വയ്ക്കാൻ വേണ്ടി വെച്ചതും കാക്ക കൊണ്ട് മീനിട്ടു. പിന്നെ അത് കഴുകി വെക്കേണ്ടി വന്നു. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇവിടെ ഇരുന്നില്ലെങ്കിൽ ശരിയാവില്ല, ബാഗിനകത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടിടും. അങ്ങനെ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ചോറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ വിശേഷം. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ, ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട്.